മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും വിശേഷങ്ങളുമായി പീപ്പിൾ വാർത്താ സംഘം പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. ഇത് ജനങ്ങളുടെ വിധിയാണ്, ജനങ്ങൾക്കും പറയാനുണ്ട്. കാണാം ഇന്നത്തെ ജനശബ്ദം. രാഹുലിന്റെ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം. ഇത് എത്രത്തോളം കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു? വളരെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇതിനെപ്പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും പറയാനുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജീവൻകുമാർ പകർത്തിയ ജനശബ്ദത്തിലേക്ക്. സ്വാഭാവികമായും നിലവിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് പിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ഇത് വയനാട് സീറ്റിൽ കോൺഗ്രസിനൊരു വലിയ അനിശ്ചിതത്വമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും വയനാട് മാത്രമല്ല, ഈ ഒരു പ്രശ്നം പരിഗണിക്കുമ്പോൾ ദേശീയ തലത്തിൽ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിൽ നിന്ന് ഇത്തരം ഒരു അറിയിപ്പ് ലഭിക്കാതെ ഒരിക്കലും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വം പോകുമെന്ന് കരുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ദേശീയ നേതൃത്വം മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമ്പോൾ എന്തുമാത്രം പ്രതിസന്ധിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ വർഗീയ വിരുദ്ധമായി പ്രചരണം നടത്തിക്കൊണ്ടുവരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ, അതും കോൺഗ്രസ് എടുത്തു കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേറൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ അതെന്തുമാത്രം പ്രതിസന്ധിയാണ് കേന്ദ്ര തലത്തിൽ ഉണ്ടാക്കുന്നതെന്നും സംസ്ഥാന തലത്തിൽ ഇത്തരം ഒരു ദേശീയ നേതൃത്വത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന തരത്തിലൊരു അവസ്ഥ വരികയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് നിലവിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ഇതുവരെ ഒരു തീർച്ചയുണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് എന്ത് പ്രയോജനം എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, വയനാടും അമേഠി രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് രണ്ടിടത്തും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും മത്സരഫലം വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം വയനാട് മണ്ഡലം ജയിച്ചാൽ പോലും ആ മണ്ഡലം ഉപേക്ഷിച്ച് അമേഠിയിൽ തുടരാൻ തന്നെയായിരിക്കും സാധ്യത. രാഹുലിന്റെ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം. ഇത് എത്രത്തോളം കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു? വളരെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇതിനെപ്പറ്റി കൊല്ലത്തെ ജനങ്ങൾക്കും പറയാനുണ്ട്. കൊല്ലത്ത് നിന്നും രാജ്കുമാർ പകർത്തിയ ജനശബ്ദത്തിലേക്ക്. വയനാട് സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം തുടരുന്നത് കോൺഗ്രസിന് ഗുണകരമാകുമോ, രാഹുൽ ഗാന്ധി വരുന്നത് കോൺഗ്രസിന് ഗുണകരമാകുമോ, ഇക്കാര്യങ്ങളാണ് ഇന്ന് കൊല്ലത്തെ ജനശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. ഈ താങ്കളുടെ ഒരു അനുഭവം എന്താണ്? വയനാട് ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ കിടക്കുകയാണ്, പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള തുടക്കം മുതലുള്ള ഈ അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് കെട്ടിയെടുക്കാനായിട്ട് വന്നത്. വടക്കേ ഇന്ത്യയിൽ എത്രയോ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരമുണ്ട്. അതെല്ലാം കളഞ്ഞുകൊണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സുഖമായിട്ട് ജയിച്ച് പോകാമെന്ന് അദ്ദേഹം വിചാരിക്കൊന്നും വേണ്ട. ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കവും തൊഴിലാളി വർഗത്തിന് മുൻതൂക്കവും ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ വയനാടല്ല, ഇടുക്കിയല്ല, മറ്റേത് ജില്ലകളിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ വന്നാലും ഈ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് ഇവിടുത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം കൈക്കൊള്ളത്തില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അമേഠിയിൽ നിന്നും പരാജയഭീതി ഭയന്ന് വയനാട്ടിലേക്ക് എത്തിയ രാഹുലിന്റെ വരവ് എത്രത്തോളമാണ്? ആലപ്പുഴയിൽ നിന്നും ജനങ്ങൾക്കും പറയാനുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ പകർത്തിയ ജനശബ്ദത്തിലേക്ക്. ഇത് ഈ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവെയുള്ളൊരു ആവേശം നഷ്ടപ്പെടുത്തുക. അല്ല, കോൺഗ്രസിന് നല്ലൊരു കാര്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആര് ജയിക്കും ആര് നോക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പുതിയനയുടെ കൈയിരിക്കുക സേവനം. അത് കാരണം നമുക്ക് ആർക്കും പണ്ടത്തെ കാര്യത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയാം, ഇന്നടത്ത് മത്സരിച്ചാൽ ഇന്നയാൾ ജയിക്കും. ഇപ്പോഴത്തെ ചുറ്റുപാടിന് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. രാഹുൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ആശങ്ക കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇനിയും മാറാം എന്നുള്ള സാധ്യതയിലാണ് പറയുന്നത്. അത് തന്നെ ഇലക്ഷന്റെ മാറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ രാഹുൽ ഗാന്ധി വരാൻ വളരെ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഭയങ്കരമായി ക്ഷീണം ചെയ്യും. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള അറിയാൻ പറ്റുന്നില്ല. ഇലക്ഷനിങ് വന്ന് അടുത്ത് കഴിഞ്ഞു. മുമ്പുള്ള കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. ഇലക്ഷൻ വരുന്നതിന് ഒരു 3-4 മാസത്തിന് മുമ്പ് തന്നെ ഒരു ആവേശം തന്നെയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വലിയ ആവേശം കാണുന്നില്ല. എന്താ ചൂട് കൂടുതലായതുകൊണ്ടാണ് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുന്ന ഒരു ആപത്താണ് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. രാഹുലിന്റെ വയനാട്ടിലെ ഒരു എൻട്രിയെ പറ്റി തൃശൂരിലെ ജനങ്ങൾക്കും പറയാനുണ്ട്. തൃശൂരിൽ നിന്നും അഭിറാം പകർത്തിയ ജനശബ്ദത്തിലേക്ക്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉമ്മൻചാണ്ടി ഉറപ്പിച്ച് പറയുമ്പോഴും PC ചാക്ക അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തള്ളിക്കളയുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ അനിശ്ചിതത്വം നിൽക്കുമ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാർക്കും പറയാനുണ്ട്. കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.
ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കണം. അതേപോലെ തന്നെ മുൻ എം പി ആയിട്ടുള്ള PC ചാക്കോ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരള ഘടകത്തിൽ ഇങ്ങനൊരു വാർത്ത എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് കിട്ടിയത് KPCCക്ക് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തണം. ഇതൊരു ആശയക്കുഴപ്പമുണ്ടാക്കണം കോൺഗ്രസ്സുകാർക്കിടയിൽ. ഇത് കോൺഗ്രസിനെ തകർക്കാൻ ഇടവരുത്തുള്ളൂ. കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ ദുർബലമാണ്. ഇനി ഒന്നും കൂടി ദുർബലമാവാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം തന്നെ ഇടവരുത്തും. കോൺഗ്രസിനകത്ത് അതിയായ ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഇത് തകർച്ചയിലേക്കുള്ള പോക്കാണ്. പറച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയും പിന്നെ അതിൻ്റെതായ വലിയ വലിയ നേതാക്കന്മാർ പ്രവർത്തിക്കണം എന്നല്ലാണ്ട് അതിൻ്റെ ഒരു കാരണങ്ങൾ ഇപ്പോഴൊന്നും ശരിക്കും വന്നിട്ടില്ല. ശരിക്കും അയാൾ അവിടെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്തിനാ ഇവിടെ ഒന്ന് നിൽക്കണതെന്ന് മനസ്സിലാവണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അയാൾ അവിടെയുള്ള മത്സരിക്കേണ്ട ആൾ. അപ്പോൾ കേരളത്തിലൊന്ന് മത്സരിക്കുന്നതിൻ്റെ കാരണം അവിടെ നിന്നാൽ ജയിക്കില്ല എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സംഭവം മാത്രമല്ല, തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് തന്നെ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ തന്നെ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ വന്ന ചെറിയൊരു സമയവ്യത്യാസം, അത് തന്നെ അവരുടെ ഇടയിലുള്ള ഒരു കൂട്ടടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക്. രാഹുൽ ഗാന്ധി നിൽക്കുന്ന സ്ഥലം വയനാടാണെന്ന് പറയുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥമായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളുകൾ അത് കണ്ട് മനസ്സിലാക്കി, ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്, വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിൽക്കുന്ന BJPയെ താഴെയിറക്കാനായിട്ട് ഇത്ര മുതിർന്ന നേതാവ് കേരളത്തിലൊന്നും നിൽക്കേണ്ട ആവശ്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ വാക്പോരും വാദപ്രതിവാദങ്ങളും എല്ലാം അഭിവാജ്യ ഘടകങ്ങളിൽ ഒന്നാണ്. സാഹചര്യം എന്തായാലും വിജയത്തെക്കുറിച്ചൊന്നും സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാണാം പോരാട്ട വീരം നിറഞ്ഞ സ്ഥാനാർത്ഥികളുടെ വാക്കുകൾ. ആവേശമാണ് എല്ലാ പ്രദേശത്തും കാണുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ കവിഞ്ഞ ആവേശം ജനങ്ങൾ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചതിന് ശേഷം ആവേശത്തോടു കൂടിയാണ് അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് ലോക്കൽ തല കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനുകളും വന്നിട്ടുള്ളത്. വലിയ പങ്കാളിത്തമാണ് ഓരോ പ്രദേശത്തും ഉള്ളത്. അത് ഇന്നത്തെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഈ ഫാക്ടറി വന്നതാണ്. എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള നമ്മുടെ പൊതു സമൂഹത്തിനെ ആകെ കണ്ട് അവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവരെല്ലാം കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന്. പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിന് വികസനമാണ്. വികസനത്തോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ കാലങ്ങളായി നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ പരിപോഷണം, അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുടെ അതിനെ ഇല്ലാതാക്കുക, ആ ആചാര അനുഷ്ഠാനങ്ങളെ പരിപാലിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ഡലത്തിൽ കാംക്ഷിക്കുക എന്നുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിന് അർഹമായിട്ടുള്ള വികസനം, അത് ദേശീയപാതയാണെങ്കിലും ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എങ്കിലും ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങളാണെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവരും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിനെ പറ്റി നേതാക്കൾക്കിടയിലും ഇപ്പോൾ ആശയക്കുഴപ്പം. അത്യന്തം നാടകമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കെന്ന വാർത്ത കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത്. പ്രമുഖ നേതാക്കൾ ഒഴികെ ആർക്കും ഇത് സംബന്ധിച്ച ഒരു സൂചനയും ഇതുവരെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാജ്യം കേരളത്തിലോട്ടെന്ന് പറഞ്ഞ നേതാക്കൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ഇന്ന് റിവേഴ്സ് ഗിയറിലേക്ക് പോയി എന്നതാണ് വാസ്തവം. കാണാം കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി പൂർണ്ണമായ ഉറപ്പ് പറയാതെയാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യം പരസ്യപ്പെടുന്നത്. ഇനി രാഹുൽ ഗാന്ധി പിന്മാറിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും UDF അത് തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല. ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? അത് തന്നെയാണ് ചോദിച്ചത്. ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തതിനു ശേഷം ഉമ്മൻചാണ്ടി നമുക്ക് കൂടുതൽ ദിവസമായി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരാശയക്കുഴപ്പം പ്രവർത്തകരുടെ ഇടയിലില്ല. എല്ലാ പ്രവർത്തകരും വളരെ ആവേശഭരിതരാണ്. ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. UDF പൊതുവെ
ആകാശമുട്ടയുള്ള ആവേശത്തിൽ നിൽക്കുക. വയനാട് നിയോജക മണ്ഡലം എന്ന നിലയിൽ തന്നെ ആവശ്യം ഉന്നയിക്കുകയും നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ആദ്യം മുതലേ 2 സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അംഗീകാരമാണ് ഇനി കിട്ടേണ്ടതായിട്ടുള്ളത്. തീരുമാനം രാഹുൽജിയുടെയാണ്. അദ്ദേഹം തീരുമാനം എടുക്കണമെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹം പാറ്റ്നയിലായിരുന്നു. അദ്ദേഹം വരാൻ വൈകി. പക്ഷേ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യം പുറത്തുവന്നെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ BJP വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനെന്നും SRP പറഞ്ഞു. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും. വയനാട്ടിൽ മത്സരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലെന്ന് PC ചാക്കോ. മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വസ്തുതാപരമല്ലെന്നും PC ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം എവിടെയാണ് മത്സരിക്കുക? ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റിൽ നിന്ന് കൂടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. മുൻകാലങ്ങളിൽ നേതാക്കൾ അങ്ങനെ മത്സരിച്ചിരുന്നു. ഇത് തോൽവി ഭയന്നിട്ടാണെന്നൊക്കെ BJP പറയുന്നതൊക്കെ ഒരു 3-ാം തരം പ്രയോഗമാണ്. രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിൽ എന്തുണ്ട് എന്ന് പറയാൻ എനിക്കാവില്ല. ഞാനൊരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടെ ഒരു സീറ്റിൽ മത്സരിക്കണം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനിശ്ചിതത്തിൽ. രാഹുൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ പ്രചരണത്തിനെതിരെ PC ചാക്കോ രംഗത്തെത്തി. വസ്തുതാപരമല്ല നേതാക്കളുടെ പ്രസ്താവനയെന്ന് PC ചാക്കോ വിമർശിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സീറ്റ് വീതം വയ്പ് നടത്തുന്നതെന്നും ദില്ലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ PC ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. AI ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാഹുലിന്റെ പേര് വലിച്ചിഴച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. BJPയെ പേടിച്ച് ഓടുകയാണെന്ന വിമർശനവും ശക്തമായി. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് സമ്മതിച്ചതായി പറയുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരെ ലക്ഷ്യം വെച്ച് വിമർശനവുമായി PC ചാക്കോ രംഗത്തെത്തി. നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ലെന്ന് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള PC ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നുവെന്നും PC ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരാരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്നും വരാം. രാഹുൽ ഗാന്ധി തീരുമാനിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജേന ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെയും ചാക്കോ ആഞ്ഞടിച്ചു. പങ്കുവയ്പ് രാഷ്ട്രീയം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്നത് അപക്വമായ രീതിയിൽ. നേതാക്കൾ സങ്കുചിത താല്പര്യത്തിനപ്പുറം പോകുന്നില്ലെന്നും ചാക്കോ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ 2 പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. വളരെ പരിചയസമ്പന്നരായ നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പ് തർക്കവും വിമർശനങ്ങളും ശക്തമായതോടെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ്. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമെടുക്കാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചാലക്കുടിയിൽ 2ാം അംഗത്തിനിറങ്ങിയ ഇന്നസെന്റിന് ഓരോ കേന്ദ്രത്തിനും ലഭിക്കുന്നത് ഹൃദ്യമായ വരവേൽപ്പ്. MP എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷം പലരും അദ്ദേഹത്തെ നേരിട്ടറിയിച്ചു. ആലുവ, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ സന്ദർശനത്തോടെ ഇടത് സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി.
ആലുവ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ഹൃദ്യമായ വരവേൽപ്പ് ലഭിച്ചത്. തുറന്ന വാഹനത്തിൽ മണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിലെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ പടക്കം പൊട്ടിച്ചാണ് മിക്ക കേന്ദ്രങ്ങളിലും വരവേറ്റത്. രണ്ടാം വട്ടം ജനവിധി തേടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാണാനായി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തങ്ങളുടെ അടുത്തെത്തിയ സ്ഥാനാർത്ഥിയെ അവർ കൊന്നപ്പൂക്കൾ നൽകിയും ചുവപ്പ് ഹാരമണിയിച്ചും സ്വീകരിച്ചു. MP എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഇന്നസെന്റ് വിശദീകരിച്ചു. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം കുടമായിരുന്നു എനിക്ക്, പക്ഷേ ഈ പ്രാവശ്യം കുടമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം. അന്ന് ഞാൻ ചോദിച്ചതാണ്, അപ്പൊ പറഞ്ഞ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. എന്തായാലും അവർ നോക്കി, അവസാനം അവർക്ക് പിടികിട്ടി, കുഴപ്പക്കാരനല്ല. എന്തായാലും ആ അരിവാൾ ചുറ്റിയ നക്ഷത്രം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ചാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനം. പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന ഇന്നസെന്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലൂടെയും തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ടർമാരെ കണ്ട് പിന്തുണ തേടും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ 3 നിരത്തിൽ നിന്നാണ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിലൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഇതര ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആഘോഷങ്ങളും കൂടി സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളും കലാപരിപാടികളും വരെ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ മേളക്കൊഴുപ്പിലേക്ക്. ഇതോടുകൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചയുടെ അവസാനം.